أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فألقي السحرة سجدا قالوا آمنا برب هارون وموسى قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى. قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്ത് ത്വാഹയുടെ 60 മുതൽ 4 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فألقي السحرة سجدا قالوا آمنا برب هارون وموسى. فألقي السحرة سجدا. ഉടനെ തന്നെ ജാലവിദ്യക്കാർ സുജൂദായി നിലത്തേക്ക് വീണു. ഉടനെ തന്നെ ജാലവിദ്യക്കാർ സുജൂദ് ചെയ്തുകൊണ്ട് നിലത്തേക്ക് വീണു. കാലു, അവർ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബി റബ്ബി ഹാറൂന വ മൂസ, ഹാറൂൻ്റെയും മൂസയുടെയും രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കാല, അപ്പോൾ ഫിറോൻ ചോദിച്ചു, ആമന്തും ലഹു, നിങ്ങൾ അവരിൽ വിശ്വസിച്ചോ? ആമന്തും ലഹു, നിങ്ങൾ അവരിൽ വിശ്വസിച്ചുവോ? കബല അൻ ആദനലക്കും, ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ അവരിൽ വിശ്വസിക്കുകയോ? ഇന്നഹു ലകബീറുക്കും, തീർച്ചയായും അവൻ അഥവാ മൂസ നിങ്ങളിൽ വലിയവനാണ്, നേതാവാണ്. നിങ്ങളുടെ നേതാവാണ് ഈ മൂസ. ഇന്നഹു ലകബീറുക്കും അല്ലദീ അല്ലമക്കും സിഹ്റ, നിങ്ങൾക്ക് മാരണം പഠിപ്പിച്ചവനാണവൻ. നിങ്ങൾക്ക് മാരണം പഠിപ്പിച്ച വലിയ ആളാണ്, നേതാവാണ് ഈ മൂസ അലൈഹിസ്സലാം. ഫലഉഖത്തിയന്ന, നാം ഛേദിക്കുക തന്നെ ചെയ്യും, നാം കഷ്ണിക്കുക തന്നെ ചെയ്യും, നാം വെട്ടിക്കളയും. ഐദിയക്കും, നിങ്ങളുടെ കൈകൾ, വാർജുലക്കും, നിങ്ങളുടെ കാലുകളും, മിൻ ഖിലാഫിൻ, എതിർ ദിശയിൽ നിന്ന്, നിങ്ങളുടെ കൈകളും കാലുകളും നാം എതിർ ദിശയിൽ നിന്ന് മുറിച്ചു കളയും. വല ഉസല്ലിബന്നക്കും, ഞാൻ നിങ്ങളെ കുരിശിൽ തറക്കുകയും ചെയ്യും. ഫീ ജുദുഇൻ നഖലി, ഈത്തപ്പന കൊണ്ടുണ്ടാക്കിയ, ഈത്തപ്പന തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. വല താലമുന്ന, അപ്പോൾ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, അയ്യുന, ഞങ്ങളിൽ ആരാണ്, അശദ്ദു അദാബൻ, ഏറ്റവും ശക്തമായി ശിക്ഷിക്കുന്നതെന്നും, വാബക്ക, എന്നെന്നും നിലനിൽക്കുന്ന ശിക്ഷ ആരാണ് നൽകുന്നതെന്നും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് ആ ജാലവിദ്യ ചേരുന്ന ആളുകൾ പറഞ്ഞു, കാലു, അവർ പറഞ്ഞു, ലൻ നൂസിറക്ക, ഞങ്ങൾ നിന്നെ ഒരിക്കലും തന്നെ നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകുകയില്ല. ലൻ നൂസിറക്ക, ഞങ്ങൾ നിനക്ക് മുൻഗണന നൽകുകയില്ല. അലാമാ ജാഅനാ മിനൽ ബയ്യിനാത്തി,
ഞങ്ങൾക്ക് വന്നു കിട്ടിയ പ്രത്യക്ഷമായ തെളിവുകളെക്കാളും ഞങ്ങൾ നിനക്ക് മുൻഗണന നൽകില്ല. അതോടൊപ്പം തന്നെ വല്ലദീ ഫത്തറന, ഞങ്ങളെ സൃഷ്ടിച്ചവനേക്കാളും മുൻഗണന നിനക്ക് നൽകില്ല. ഫഖ്ലി, നീ വിധിച്ചോളൂ. മാ അന്ത ഖാലിൻ, നിനക്ക് എന്താണോ വിധിക്കാൻ കഴിയുകയെങ്കിൽ, നിനക്ക് എന്ത് വിധിക്കാൻ കഴിയുമെങ്കിലും നീ അത് വിധിച്ചുകൊള്ളൂ. ഇന്നമാ തഖ്ലി ഹാദിഹി ദുനിയ, നിനക്ക് ഈ ലോകത്ത് മാത്രമേ വിധിക്കാൻ കഴിയുകയുള്ളൂ. ഫഖ്ലി മാ അന്ത ഖാലിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തി ദുനിയ, നിനക്ക് ഈ ലോകത്ത് മാത്രമേ വിധിക്കാൻ പറ്റൂ. ഇന്നാ ആമന്ന, തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിറബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. ലിയഗ്ഫറ ലനാ, അവൻ ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. ഖതായന, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ അക്രഹ്തന അലൈഹി മിന സിഹർ, നീ ഞങ്ങളോട് നിർബന്ധിച്ച് മാരണം ചെയ്യിപ്പിച്ചതിനു വേണ്ടിയിട്ടും ഞങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കല്ല തേടും. ഞങ്ങൾ അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ തെറ്റുകൾ. അതോടൊപ്പം തന്നെ വമാ അക്രഹ്തന അലൈഹി മിന സിഹർ, നീ ഞങ്ങളോട് നിർബന്ധിച്ച് മാരണം ചെയ്യിപ്പിച്ചതിൻ്റെ പേരിലും ഞങ്ങൾ അള്ളാഹുവിനോട് തേടുകയാണ്. വല്ലാഹു ഖൈറും വഅബ്ഖ, നീയല്ല, അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും, അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളതും. അള്ളാഹു ഏറ്റവും ഉത്തമനാണ്, ഖൈറാണ്, വഅബ്ഖ എന്നെന്നും നിലനിൽക്കുന്നവനുമാണ്. നമ്മൾ നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത്, അദ്ദേഹത്തിൻ്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുന്നത്, അത് മാരണക്കാരുമായി മത്സരിക്കുകയും മാരണക്കാരുണ്ടാക്കിയിട്ടുള്ള എല്ലാ കയറുകളും വടികളും, ചലിക്കുന്ന കയറുകളും വടികളും ഒക്കെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വടി പാമ്പായി കഴിഞ്ഞ് പിടിച്ച് വിഴുങ്ങുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഉൽഖിയ സഹറത്ത് സുജ്ജദൻ, മാരണക്കാർ സുജൂദിലേക്ക് വീണു. എന്നിട്ട് അവർ പറഞ്ഞു, ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന മൂസ, ഞങ്ങൾ ഹാറൂൻ്റെയും മൂസയുടെയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. മറ്റുള്ള സാധാരണക്കാരായ ആളുകൾ സുജൂദ് ചെയ്യുന്നതിന് മുമ്പ്, സാധാരണക്കാർ വിശ്വസിക്കുന്നതിന് മുമ്പ് ഫിർഔൻ കൊണ്ടുവന്ന മാരണക്കാരാണ് ആ സമയത്ത് സുജൂദിലേക്ക് വീണത്. കാരണം അവർക്കാണ് ഏറ്റവും ആദ്യം ബോധ്യം വന്നത്. അവർ പല സ്ഥലത്തും മത്സരങ്ങൾ നടത്താറുണ്ട്. ആ മത്സരങ്ങൾ നടത്തുമ്പം അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ബാക്കിയാവാറുണ്ട്. അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ലഗേജായിട്ട് കൊണ്ടുപോകുന്ന വസ്തുക്കൾ, സംഗതികളുണ്ട്. ഇവിടെ ഒന്നും ബാക്കിയായില്ല. എല്ലാം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വടി പാമ്പാവുകയും അത് പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്തു. അത് മറ്റൊരാൾക്കും ചെയ്യാൻ സാധ്യമല്ല. മാജിക്കിൽ അങ്ങനെ ഒന്നില്ല. അപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു, ഇത് ഒരിക്കലും മാജിക്കല്ല, കൺകെട്ട് വിദ്യയല്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ആ അള്ളാഹുവിനെ അവരന്നേരം തന്നെ മനസ്സിലാക്കുകയും ആ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുകയാണ് ആ സമയത്ത് തന്നെ ചെയ്തത്. ആരും അവരെ നിർബന്ധിക്കുകയോ അവരോട് പറയുകയോ ഒന്നും ചെയ്തില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സാലെ അവർ സുജൂദ് ചെയ്യുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഫിർഔന് സഹിച്ചില്ല. അവൻ ആദ്യം പറഞ്ഞു, ഖാല ആമന്തും ലഹു ഖബല അൻ ആദന ലക്കും, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ്, അതുകൊണ്ട് എൻ്റെ അനുവാദം വേണം നിങ്ങൾക്ക് മൂസായിൽ വിശ്വസിക്കാൻ. ഞാൻ അനുവാദം തന്നിട്ടില്ല, നിങ്ങൾ വിശ്വസിക്കാനും പാടില്ല. മാത്രമല്ല മൂസായെ സംബന്ധിച്ച് ഒരു കളവ് കൂടി അവിടെ പറയണം. ഇന്നഹു ലകബീറുക്കും വലിയ അല്ലമു മുസ്ലിഹർ, നിങ്ങളെ മാരണം പഠിപ്പിച്ച ഗുരുവാണിത്, നിങ്ങളുടെ നേതാവാണിത് മാരണം പഠിപ്പിച്ചതെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഗുരുവും നിങ്ങളും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് എന്ന രൂപത്തിലാണ് ഫറോവ അവിടെ പെരുമാറുന്നത്. എന്നിട്ട് വലിയ ശിക്ഷയും പറഞ്ഞു, ലൗഖത്തിയന്ന ഐദിയക്കും വാർജുലക്കും പിന്നെ ഖിലാഫിൻ, നിങ്ങളുടെ കയ്യും കാലും ഞാൻ എതിരായി വിട്ടു. വല ഉസല്ലിമലക്കും ഫി ജുദൂഇ നഖൽ, ഈത്തപ്പനത്തടിയിൽ നിങ്ങളെ കുരിശിൽ തറക്കുകയും ചെയ്യും. വല താലമുന്ന, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യുന അശദ്ദു അദാബം വാബക്ക, ആരുടെ ശിക്ഷയാണ് ഏറ്റവും ശക്തിയുള്ളതെന്നും ആരാണ് എന്നേക്കും അവശേഷിക്കുന്നതെന്നും നിങ്ങൾക്കത് ബോധ്യപ്പെടും. ആരുടെ ശിക്ഷയാണ് ബാക്കിയാവുന്നതെന്നും
നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുകൂടി ഫിറോൻ പറയാം. ഇവിടെ ഫിർഔൻ്റെ ഒരു ശിക്ഷാരീതിയായിരുന്നു അത് ആണിതറച്ച് ആളുകളെ കൊല്ലുക എന്നുള്ളതും അതേപോലെ തന്നെ മറ്റൊരു ശിക്ഷാവിധിയാണ് ആളുകളെ കൈയും കാലും എതിരായി വെട്ടുക. വലത്തെ കൈയാണ് വെട്ടിയതെങ്കിൽ ഇടത്തെ കാല് വെട്ടുക, ഇടത്തെ കൈയാണ് വെട്ടിയതെങ്കിൽ വലത്തെ കാല് വെട്ടുക. ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാതെ ബാലൻസ് തെറ്റിക്കുന്ന രൂപത്തിലുള്ള അതികഠിനമായ ശിക്ഷയാണ്. ഒരാൾക്കും പിന്നെ അവിടെ നിന്ന് കൊണ്ട് എഴഞ്ഞു പോലും മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല. ആ രൂപത്തിലുള്ള ശിക്ഷയാണ് ഫിറോന് അവൻ്റെ എതിരാളികൾക്ക് കൊടുത്തിരുന്നത്. അത് നിങ്ങൾക്കും തരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മൂസാ അലൈഹി ഇസ്ലാമിനും ഇതൊരു വെല്ലുവിളിയാണ്. ഞാൻ ഇതിനേക്കാൾ വലിയ ശിക്ഷ നിങ്ങൾക്കും തരും. ഇവർക്ക് ഞാൻ കൊടുക്കുന്നത് കയ്യും കാലും വെട്ടുകയാണ്. അതുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ എതിരായി നിങ്ങളെയും വിട്ടും ഇതിനേക്കാൾ മോശമായ ശിക്ഷ എന്നിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മൂസാ അലൈഹി ഇസ്ലാമിനെ കൂടി അല്ലെങ്കിൽ ഹാറൂനെ കൂടി ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഫറോവ അവലംബിച്ചത്. പക്ഷേ അതിന് മാരണക്കാർ തന്നെ മറുപടി പറയുന്നുണ്ട്. കാലു, അവർ പറഞ്ഞു, ലന്നൂസിറക്കാലാമാജ അനാമിനിൽ ബയ്യിനാത്ത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വ്യക്തമായ തെളിവ് ഈ മരണം കൊണ്ട് മാരണം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ച വടികളും അതുപോലെ ഈ കയറുകളും ഒന്നും ഞങ്ങൾക്ക് ബാക്കിയായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെ വ്യക്തമായ തെളിവാണ്. ഈ തെളിവുകൾ ഉണ്ടായിക്കൊണ്ട് ആ തെളിവുകളെ ഞങ്ങൾക്ക് അവഗണിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഞങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, ഇത് നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ശരിയായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും തന്നെ നിനക്ക് മുൻഗണന നൽകില്ല. ഞങ്ങൾ കിട്ടിയിട്ടുള്ള തെളിവിനും അതേപോലെ തന്നെ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണമെന്നതിലും മാത്രമായിട്ട് ഞങ്ങൾ മാറുകയാണ്. നിൻ്റെ ശിക്ഷ ഞങ്ങൾക്ക് ഭയമേ ഇല്ല. ഫഖലി മാ തഖാദിൻ ഇന്നമാ തഖലി ഹാദിഹിൽ ഹയാത്തി ദുനിയ, നിനക്ക് വിധിക്കാനുള്ളതൊക്കെ വിധിച്ചോ. കൈ വെട്ടലോ കാല് വെട്ടലോ കുരിശിൽ തറക്കലോ എന്ത് വേണമെങ്കിലും ചെയ്തോ. കാരണം നിനക്ക് വിധിക്കാനുള്ളത് ഈ ലോകത്ത് മാത്രമേ നിനക്ക് വിധിക്കാൻ പറ്റുള്ളൂ. നീ ഇവിടുത്തെ മാത്രം ആളാണ്. റബ്ബുക്കുമുൽ അയല എന്ന് ഫിറോൻ ഇടക്കിടക്ക് പറയാറുണ്ട്. ഞാൻ നിങ്ങളുടെ വലിയ റബ്ബാണ്. ആ വലിയ റബ്ബൊക്കെ ഈ ദുനിയാവെന്ന് കഴിയും. പരലോകത്ത് മറ്റൊരു ലോകത്ത് ഞങ്ങൾ വിചാരണയെ നേരിടേണ്ടി വരും. മൂസാ അലൈഹി സ്വലാം പറയുന്ന ആ ശിക്ഷ വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരിക്കലും നിനക്ക് മുൻഗണന നൽകാൻ സാധ്യമല്ല എന്നവരോട് പറയണം. ഇന്ന ആമന്ന ബി റബ്ബിന ലിയഗ്ഫിർ ലനാ ഖതായാന, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനും നീ ഞങ്ങളെ നിർബന്ധിച്ച് സിഹ്ർ ചെയ്യിപ്പിച്ചതിനും അതും പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചത്. വല്ലാഹു ഖൈറും വാബഖ, അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും അതേപോലെ തന്നെ അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ. ഇവരുടെ നേതാവ്, ഈ മാരണക്കാരുടെ നേതാവ്, അയാൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് ഏതൊരു പരിപാടി ചെയ്താലും ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾ കൊണ്ടുവന്ന വസ്തുക്കൾ ബാക്കിയാവാറുണ്ട്. ഇവിടെ ആ വസ്തുക്കൾ ബാക്കിയാവാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് ഇതിന് പിന്നിൽ പരമകാരുണികനായ തമ്പുരാനാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഇനി ഫറോവയെ ഭയന്നുകൊണ്ട് ഒരു പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് തീർത്ത് പറയണം. മാത്രമല്ല, ബുദ്ധിയുടെ താല്പര്യം എന്താണോ ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ആ കാര്യത്തെ സംബന്ധിച്ച് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെയും മനസ്സിലാക്കേണ്ടത് ഇത് പരമകാരുണികനായ തമ്പുരാൻ്റെ അമാനുഷമായ കാര്യങ്ങളാണ് എന്ന് തന്നെയാണ്. അത് ബോധ്യപ്പെട്ടതിൽ പിന്നെ അങ്ങോട്ട് നീട്ടിവെക്കുന്നൊരു പ്രശ്നമില്ല. ഈ ലോകത്തെ ശിക്ഷയല്ല ഞങ്ങൾ ഭയപ്പെടുന്നത്, പരലോകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു പോകുമോ എന്നതാണ് ഞങ്ങൾ ഭയം. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് ശിക്ഷ വേണമെങ്കിലും, കടുത്ത ശിക്ഷയാണെന്ന് അവർക്കറിയാം. കയ്യും കാലും വെട്ടിയിട്ടുണ്ട്, എതിരായി വെട്ടിയിട്ടുണ്ട്, നടക്കാൻ കൂടി പറ്റില്ലെന്ന് അവർക്കറിയാം. കുരിശിൽ തറച്ചു കഴിഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് മരണപ്പെടണമെന്ന് അവർക്കറിയാം. അതൊക്കെ ഉണ്ടെങ്കിലും ശരി, ഞങ്ങൾ നിന്നെ വിശ്വസിക്കില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും വിധിച്ചോ. അപ്പോൾ ഒന്ന് രണ്ട് മുഫസ്സിറുകൾ പറയുന്നത്, രാവിലെ അവിശ്വാസികളായി വന്നവർ വൈകുന്നേരമായപ്പോഴേക്കും വിശ്വാസികളാകുന്ന അവസ്ഥയാണ് കാണുന്നത്. എല്ലാ നിലക്കും ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ വെല്ലുവിളിച്ച ആളുകൾ അവസാനം മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ രക്ഷിതാവിൽ ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന് പറയുന്നിടത്ത് എത്തുകയാണ്. അതൊരു വല്ലാത്ത ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ നിലക്ക് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ അന്ന് വരെ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇനി അത് പോരാ എന്ന് മനസ്സിലാക്കുകയും ഏകനായ റബ്ബിനെ അംഗീകരിക്കുകയും അവരോട് ഇതിലൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഫറോവ ഞങ്ങളെ നിർബന്ധിച്ചതാണ്,
ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, സിഹർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിതിന് ഒരുക്കമല്ലായിരുന്നു എന്നുകൂടി നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച് അതിനു കൂടി അള്ളാഹുവിനോട് ഞങ്ങൾക്ക് പൊറുക്കലിനെ തേടണം എന്നുകൂടി പറയാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതോടൊപ്പം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയും വലിയ വലിയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മളെ അള്ളാഹു അകറ്റിത്തരികയും ചെയ്യട്ടെ. നമ്മളിന്ന് മരിച്ചുപോയ ആളുകളൊക്കെ സ്വർഗത്തിൽ നമ്മോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി കൂട്ടിത്തരട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.